ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് നമ്മൾ ഇനി നേരെ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ഇടത്തേക്ക് ചായാൻ മടി കാണിച്ചിട്ടുള്ള കോഴിക്കോട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിന് നിറം കടും ചുവപ്പാണ്. ഹാട്രിക് തോൽവിയുടെ ക്ഷീണം തീർക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തവണ LDFന്റെ പ്രവർത്തനങ്ങൾ. ഒരിക്കൽ കൂടി മണ്ഡലം നിലനിർത്താമെന്ന് UDF കരുതുന്നുമുണ്ട്. പരമ്പരാഗതമായി UDFന് കിട്ടുന്ന വോട്ടുകളിലാണ് NDAയുടെ കണ്ണ്. 1980 ശേഷം ചെങ്കോടി പാറിയിട്ടേയില്ലാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം തിരുത്തി കുറിക്കാനാണ് LDF ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥികളായി രംഗത്തുള്ള 3 പേരും കരുത്തരാണ്. MK രാഘവൻ സിറ്റിംഗ് MP വീണ്ടും ഇറങ്ങുന്നു. എളമരം കരീം CPIMന് വേണ്ടി ഇറങ്ങുമ്പോൾ BJPക്ക് വേണ്ടി MT രമേശാണ് സ്ഥാനാർത്ഥി. വോട്ടിനെ സ്വാധീനിക്കുന്ന കോഴിക്കോട്ടെ വിഷയങ്ങളിലേക്ക് കൂടി നമ്മൾ പെട്ടെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സമസ്ത മുസ്ലിം ലീഗ് ഭിന്നത ചർച്ചയാകുന്ന മറ്റൊരു മണ്ഡലം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നു, കോഴിക്കോട്. അതോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുമോ, ഇക്കുറി ആരെ തുണയ്ക്കും? അതോടൊപ്പം തന്നെ ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം വോട്ട് വിഷയമാണ്. സ്ഥാനാർത്ഥികളുടെ പ്രതിച്ഛായ ഏട്ടനും ഇക്കയും ഒക്കെ ചർച്ചയായത് നമ്മൾ കണ്ടതാണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ആരെയാണ് പറഞ്ഞു വിടേണ്ടത് എന്ന ചോദ്യവും അവിടെ നിൽക്കുന്നു. സാനിയോ മനോമി കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം. സാനിയോ മനോമി, കോഴിക്കോടിന്റെ ഒരു മനസ്സ് അത് ഇക്കുറി എളുപ്പത്തിൽ UDFനൊപ്പം നീങ്ങുമോ അതോ തിരിച്ചു പിടിക്കാൻ ഇടതിന് കഴിയും? ഇതിനുള്ള വെമ്പലിലാണ് രണ്ട് മുന്നണികളും എന്ന് വേണം പറയാൻ. തിരിച്ചുപിടിക്കാൻ LDFും നിലനിർത്താൻ UDFും പടക്കളത്തിലിറങ്ങുമ്പോൾ കടുത്ത മത്സരമാണ് കോഴിക്കോട് നടക്കുന്നത്. മത്സരിച്ച ഓരോ തവണയും വിജയിച്ച ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടിയ MK രാഘവന് എതിരായി എളമരം കരീം എത്തുമ്പോൾ എളമരം കരീമിൻ്റെ പ്രതിച്ഛായ തന്നെയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യസഭ MP എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാത്രവുമല്ല, മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാവുകയാണ് എങ്കിൽ അത് എങ്ങോട്ട് ചായും എന്നുള്ളതിൽ LDFനൊരു സംശയമില്ല. കാരണം പൗരത്വ വിഷയത്തിലും പലസ്തീൻ വിഷയത്തിലുമടക്കം ആദ്യമായി സെമിനാർ സംഘടിപ്പിച്ചതും അത്തരത്തിലുള്ള കൺഫ്യൂഷനുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും തന്നെ തങ്ങൾക്ക് അനുകൂല ഘടകമായി LDF കാണുകയാണ്. മാത്രമല്ല, ഒരു ചേഞ്ച് മൂന്ന് തവണയായി വിജയിക്കുന്ന MP എന്ന നിലയ്ക്ക് ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ശക്തമായ വിശ്വാസത്തിലാണ് LDF ഉള്ളത്. അതേസമയം UDF ക്യാമ്പിൽ എന്ന് പറയുന്നത് പ്രതിച്ഛായ തന്നെയാണ് അവരുടെയും ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായും അവർ എടുത്തു പറയുന്നത് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തിന് ഇത്തവണയും ജനങ്ങൾ വോട്ട് ചെയ്യും. ആ വോട്ട് ഇത്തവണയും MK രാഘവൻ തൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ്. മുസ്ലിം കൺസോളിഡേഷൻ തങ്ങൾക്കെതിരായി ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി BJPക്കെതിരെ മുഴുവൻ വോട്ടും UDFന് കിട്ടാൻ വേണ്ടിയും ഇന്ത്യ മുന്നണിക്ക് ഒരു കൈക്കരുത്താവുക എന്നതിനു വേണ്ടിയും രാഹുൽ ഗാന്ധിക്ക് കൂടിയുള്ളൊരു വോട്ടായിരിക്കും ഇതെന്നും UDFും കരുതുന്നു. പാർലമെന്റ് ഇലക്ഷനിൽ എല്ലാ ഘട്ടത്തിലും അനുകൂലമായാണ് കോഴിക്കോട് UDFനൊപ്പം നിന്നിട്ടുള്ളത്. അതും അനുകൂല ഘടകമാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഒരു മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും ഒപ്പമുണ്ട് എന്നതാണ് LDFനെ സംബന്ധിച്ചിടത്തോളം കരുത്തു പകരുന്നത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകുമ്പോൾ BJPയും ശക്തമായ മത്സരത്തിനാണ് രംഗത്തുള്ളത്. A ക്ലാസ് മണ്ഡലമാണ് BJPയുടെ. A ക്ലാസ് മണ്ഡലം എന്ന് പറയുമ്പോൾ അവർക്ക് വോട്ട് ശതമാനം കൂടുമെന്ന പ്രതീക്ഷയിലാണ് MT രമേശ് ഉള്ളത്. പക്ഷേ ഈ BJPയിലെ വോട്ട് കണ്ടുനട്ട് രണ്ട് മുന്നണികളും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം BJPയിൽ ഇപ്പോൾ പടലപ്പിണക്കമുണ്ടോ അല്ലെങ്കിൽ MT രമേശിനെതിരായ വികാരം സംഘടനയിനുള്ളിൽ തന്നെ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് രണ്ട് മുന്നണികളെയും ആ വോട്ടിലേക്ക് ലക്ഷ്യം വെപ്പിക്കുന്നത്. ഏതായാലും കടുത്ത മത്സരമാണ് കോഴിക്കോടും ഉണ്ടാവുന്നത്. താങ്ക് യു. സാനിയോ മനോമിയാണ് കോഴിക്കോട്ടെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞത്. സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടി നമുക്കൊരു ക്വിക്ക് അപ്ഡേറ്റ് ആയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റിനെ നമുക്കറിയണം. KYCയിലേക്ക് വന്നാൽ MK രാഘവൻ BA ആണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത. എളമരം കരീം പ്രീഡിഗ്രിയാണ്. MT രമേശ് BA ഹിസ്റ്ററി ബിരുദധാരിയാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട്ടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെട്ട് കഴിഞ്ഞു.